എല്ലാ കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് വെച്ച് ഒരു പാസ്ത എങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നതാണ്. അപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വളരെ എളുപ്പമാണ് അത് തയ്യാറാക്കാൻ. നമ്മുടെ ആ പാസ്ത വേകാൻ 10 മിനിറ്റേ ഉള്ളൂ. പാസ്ത വേകാൻ ആ 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 ഇതുപോലെ മുഴുത്ത 6 കൊഞ്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കിയതാണ്. 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് പൊടി. അപ്പം ഞാൻ ഈ ഒരു പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് സ്പഗേറ്റി എന്നാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് പാസ്ത വേവിക്കാനായിട്ട് ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ ഒരു കാരണവശാലും ആ വെള്ളത്തിൽ ഓയിൽ ഒഴിക്കരുത്. അങ്ങനെ ഞാൻ കുറേ സംഭവങ്ങൾ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ഈ പാസ്ത വേകാനായിട്ട് 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ കൊഞ്ച് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഒലിവ് ഓയിൽ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാർസ്ലി ലീഫും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടു. ജസ്റ്റ് അതിൻ്റെ പച്ച മണമൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിടുന്നത് ഈ കൊഞ്ചിന് വേണ്ടി മാത്രമായിരിക്കണം. പാസ്തയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം വൈറ്റ് വൈൻ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഇട്ടിട്ട് നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് കൊണ്ടുള്ള പാസ്ത ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് കൊണ്ടുള്ള പാസ്ത ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പമാണ്. ആ പാസ്ത വേകുന്ന ആ ടൈം മാത്രം മതി. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. കഴിയുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, എൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണി ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.